ദുബായിലൊരു ഷോപ്പിന്റെ പാർട്ട്ണർ ആവാൻ പോവുക. ഒപ്പം ഈ ഷോപ്പിന്റെ സർവീസ് സെക്ഷൻ ചാർജും ഈ വിനയനായിരിക്കും. മാസത്തില് മിനിമം സാലറി 3 lakhs. 3 ലക്ഷം. കൂടാതെ എല്ലാ മാസവും ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകാനുള്ള അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ്. എങ്ങനെയുണ്ട്? വിനയന്റെ തലവര മാറുന്നത് കണ്ടാടി നീ. അനു, നീ ഭയങ്കര കൈപ്പുണ്യമുള്ള. നീ തന്ന കാശുണ്ടല്ലോ, ആ കാശ എനിക്ക് നേട്ടം ഉണ്ടാക്കി തന്നു. നീ ആദ്യം പോയി രക്ഷപ്പെട്ടിട്ട് വാ, എന്നിട്ട് നേട്ടത്തെക്കുറിച്ചും കൈപ്പുണ്യത്തെക്കുറിച്ചും ഒക്കെ പറയാം. രക്ഷപ്പെടുവാനു, രക്ഷപ്പെടും. ഇതൊക്കെ എനിക്ക് ജനിക്കാൻ പോകുന്ന എൻ്റെ ഈ മകന്റെ ഭാഗ്യമാണ്. ഇവൻ ജനിക്കുന്നതോടെ വിനയൻ വേറൊരു ലെവലിലെത്തും. ശരി, വിനയന്റെ വിശ്വാസം വിനയനെ രക്ഷിക്കട്ടെ. ഞങ്ങള് ആഹാരം കഴിച്ചോണ്ടിരിക്കായിരുന്നു, ഇനി പോയിക്കോട്ടെ. അല്ലല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല. ചീരുവിന്റെ ഡെലിവറി ടൈമിൽ ഞാൻ 1 മാസം ലീവ് എടുത്ത് നാട്ടിലേക്ക് വരും. അപ്പൊ എന്റെ മോനെ ഇങ്ങ് തന്നേക്കണം. ചേച്ചി വരുന്നുണ്ടോ? മദ്യപിച്ച് വന്ന് പിച്ചും പേയും പറയുന്നത് കേട്ടേക്കുന്നതിന് ഒരു അതിരുണ്ട്. ചേടാ വിനയ, ഒന്ന് പോവാൻ നോക്കി. പോയേ ഇവിടെ. പിന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്കൊന്ന് വരും. എനിക്ക് അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കണം, പിന്നെ അനുവാദം വാങ്ങിക്കണം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോനെ, അച്ഛൻ പോട്ടടാ. എൻ്റെ മോനോട് പറയണേ പിന്നെ എനിക്ക്. ഗുഡ് നൈറ്റ്. അച്ഛനെല്ലാം കേട്ടില്ലേ? കേട്ടു. നീ കൊടുത്ത 15 ലക്ഷം അത് ദുബായിൽ കൊണ്ടേ കളയുന്ന ലക്ഷണമാണല്ലോ. എന്താന്ന് വെച്ചാ ചെയ്യട്ടാച്ചാ, നമുക്ക് ചീരുവിന്റെ മക്കളെ കിട്ടിയല്ലോ, അത് മതി. അച്ഛൻ നാളെ പഞ്ചരത്നത്തിലേക്ക് പോകുമ്പോ ഞാനും മക്കളും കൂടെ വന്നോട്ടെ. എനിക്കിവിടെ നിൽക്കാൻ വയ്യ. എന്താ ചീരു നീ പറയുന്നേ? അയാൾ ഇതുപോലെ ഓരോ കാര്യം പറഞ്ഞ് വീണ്ടും വരും ചേച്ചി. എനിക്ക് വയ്യ അയാളെ സഹിക്കാൻ. ചേച്ചിക്കും അതൊരു ബുദ്ധിമുട്ട്. ആദ്യം അയാൾ എവിടേക്കാന്ന് വെച്ചാ പോട്ടെ. പോയെന്ന് ഉറപ്പായ ശേഷം ഞാനും മക്കളും ഇങ്ങോട്ട് തിരിച്ചു വരാം. അതുവരെ ഞാനും എൻ്റെ മക്കളും പഞ്ചരത്നത്തിലും സ്വസ്ഥമായി ഇരുന്നോട്ടെ അച്ഛാ. സാരമില്ല, മോള് സമാധാനം.